കാർത്തിക് ശങ്കർ എന്നുള്ള പേരിലേക്ക് എത്തുന്നതിന് മുന്നേ രണ്ട് പേരുകളിൽ കൂടി കടന്നുപോയ വ്യക്തിയാണ്. ജയശങ്കർ ദത്ത പ്രഭു. എന്തായാലും പറയടാ. എൻ്റെ റെക്കോർഡിംഗ് നെയിം ജയശങ്കർ എന്ന് തന്നെയാണ്. അസിസ്റ്റന്റ് ഡയറക്ടർ കയറുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ് ഇട്ടതാണ് വിശാൽ ശിവപ്രഭു എന്നുള്ള പേര്. വേറെ കാര്യം പറയുകയാണെങ്കിൽ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുള്ള ആളാണ്. സത്യം. ചേടാ ഇവിടെ ഇപ്പൊ സ്ഥലം കുറവായിരിക്കുമല്ലോ. ഇത് മതിയായില്ലേ നിനക്ക്? ഇതെന്തത്? ചെറിയ മന്ത്രവാദത്തിന്റെ പരിപാടിയൊക്കെ ഉണ്ട്. അല്ല, ഒരു ഹീറോയും 4-5 കൂട്ടരാണല്ലോ. അപ്പൊ എല്ലാ ഫ്രെയിമിലും എല്ലാ കൂട്ടർക്കും ഒന്നും നിൽക്കാനുള്ള സ്ഥലം കാണത്തില്ലല്ലോ. അപ്പോൾ എല്ലാ ഫ്രെയിമിലും പക്ഷേ സാറുണ്ടാവും. ആക്ഷന് തൊട്ടുമുമ്പ് നമ്മൾ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. പക്ഷേ റോളിങ് തുടങ്ങുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഇവ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ മാറി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. ഇങ്ങനെ ആ സാധനം അതിന്റെ ഓപ്പോസിറ്റ് ഗ്യാങ്ങുമായിട്ട് ഞങ്ങൾ ഫൈറ്റ് ചെയ്യണം. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഓരോരുത്തരുടെ ഓരോ ഡമ്മി വടിയും തന്നു. ഡമ്മിയാണൊക്കെ വിചാരിക്കും, പക്ഷെ അടി കൊണ്ടാൽ ശരിക്കും വേദന. അമ്മ അതിൽ വടിയൊക്കെ തന്നു നിർത്തി ഞങ്ങളിപ്പോൾ പഠിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ സ്റ്റാർട്ട് ക്യാമറ അടിച്ചോ കൊറിയോഗ്രാഫി ഒന്നുമില്ല. ഡമ്മി വടിയും അതിന്റെ ഒറിജിനൽ വടി കൊണ്ടായിരുന്നു. നിങ്ങൾ അടിച്ചോ അങ്ങോട്ടും ഇങ്ങോട്ടും അടി, നല്ല മരണ അടി എല്ലാം. ഫസ്റ്റ് അടിക്ക് എന്റെ ഇവിടെ വിരലിൽ അടിയുണ്ട്, ഇവിടെ ചോരയൊക്കെ വന്ന് ഇത് മടങ്ങാതെ ആയി. ഇങ്ങനെ ഫൈറ്റ് മാസ്റ്റർ വന്നിട്ടേ, ഫൈറ്റ് മാസ്റ്ററിന്റെ അസോസിയേറ്റ് വന്നിട്ടേ ഇങ്ങനെ ഇരിക്കുകയാണ്. ரொம்ப ഡള്ളാ ഇറക്കിടാ. അല്ല അത് പറയട്ടോ, സംസാരിക്കല്ലേ നീ ഇടക്കേറല്ലേ നീ ഇവിടെ ഇങ്ങോട്ട് സംസാരിക്കാൻ സമയടാ. നമ്മളെ രണ്ട് ഡയലോഗ് പറഞ്ഞോട്ടെ. എന്നോട് മറ്റേ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നപ്പോ അച്ഛൻ വന്നില്ലേ? അവിടെ ഞങ്ങള് ജയറാമേട്ടൻ ഭയങ്കര ഫാനാണ്. പിന്നെ കാളിദാസ് അതൊക്കെ പറഞ്ഞു എന്നോട്. എന്നിട്ട് എന്ത് പറഞ്ഞു? വീട്ടിൽ ഹായ്, ഇന്ന് നമ്മളോടൊപ്പം ഗസ്റ്റ് ആയിട്ടുള്ളത് ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇൻസ്റ്റാ യൂട്യൂബ് ഫീഡിലൊക്കെ സ്ഥിരം വരുന്ന 3 പേരാണ്. കാർത്തിക്, ജാസിം ആൻഡ് ഷമീൽ. വെൽക്കം ടു സൈന സൗത്ത്. താങ്ക് യു. ഇപ്പോൾ 3 പേരുടെയും കറണ്ട് ന്യൂസ് എന്ന് പറയുമ്പോൾ ഖൽബാണ്, റൈറ്റ്? എന്താണ് ഖൽബ്? ഖൽബ് സിനിമയാണ്. സജിദ് ഡയറക്ട് ചെയ്യുന്ന ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ ചെയ്യുന്ന പടം ഖൽബ്. സാജിദ് ശരിക്കും ഈ ഖൽബ് ഒരു എനിക്കൊന്ന് 5-6 വർഷമായിട്ടല്ലേ? അതെ അതെ അതെ, കുറേ നാളുണ്ട് പുള്ളിയുടെ ഒരു ഡ്രീം പരിപാടിയാണ്. അതെ. അപ്പൊ അത് സാജിദ് അത്രയും ഒരു ഭയങ്കര ആഗ്രഹത്തിൽ ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ പാട്ടാവാൻ പറ്റുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ആ ഒരു എക്സൈറ്റ്മെന്റ് ഭയങ്കരമായിട്ടുണ്ട്. സാജിദ് ഇത്രയും ആഗ്രഹിച്ച് ചെയ്യുന്നൊരു പടത്തിൽ എനിക്കുണ്ട്. അതെ, നമ്മൾ പറയുന്നതൊക്കെ അവനുണ്ടാവും. നമ്മുടെ കൂടെ ഇപ്പോൾ എന്താ ചുരൽ ടീം, നിങ്ങൾ തമ്മിലുള്ള എന്താണ് നിങ്ങൾ തമ്മിലുള്ള റിയൽ ലൈഫ് കണക്ഷൻ എന്നുള്ളത് പലർക്കും അറിയില്ല. കസിൻസ് ആണ്. അപ്പച്ചിയുടെ മോനാണ്. അതെ, എന്റെ സ്വന്തം മാമാടെ മോൻ. മധ്യത്തിരിക്കുന്നു. കുഴപ്പമില്ല, ഭയങ്കര ബുദ്ധിമുട്ടാ സാറിന് അതൊക്കെ. അറ്റത്തൊക്കെ ഇരിക്കുന്ന മധ്യത്ത്. രാവിലെ 3000 രൂപയ്ക്ക് മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. എടാ മധ്യത്തിരിക്കുന്നു. കാർത്തികേട്ടനോട് തന്നെ എടുത്ത് ചോദിക്കാം. ഈ കാർത്തിക് ശങ്കർ എന്നുള്ള പേര്, ശങ്കർ ജയശങ്കർ അതാണ് ഒറിജിനൽ പേര്. അതാ ഞാൻ ചോദിച്ചു വരുന്നത്. കാർത്തിക് ശങ്കർ എന്നുള്ള പേരിലേക്ക് എത്തുന്നതിന് മുന്നേ 2 പേരുകളിൽ കൂടി കടന്നുപോയ വ്യക്തിയാണ്. അതെന്തായിരുന്നു ആ സംഭവം? ആക്ച്വലി അതിപ്പോ 2 ഇന്റർവ്യൂല് അത് പറഞ്ഞതേ. കേട്ടില്ലല്ലോ. ജയശങ്കർ ദത്ത പ്രഭു. എന്തായാലും പറയടാ. ഫസ്റ്റ് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടിരിക്കുകയാണ്. അല്ല, ആ സമയത്ത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കയറിയ സമയത്ത് എന്റെ റെക്കോർഡിംഗ് നെയിം ജയശങ്കർ എന്ന് തന്നെയാണ്. കറക്റ്റാണ്, ജയശങ്കർ. അപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കയറുന്ന സമയത്ത് നമ്മൾ ഈ ന്യൂമറോളജി ഇതൊക്കെ നോക്കിയിട്ട് എനിക്ക് അദ്ദേഹം പറഞ്ഞ് ഇട്ടതാണ് വിശാൽ ശിവപ്രഭു എന്നുള്ള പേര്. അദ്ദേഹത്തിന്റെ പേര് നമ്പർ തരണേ, പേര് മാറ്റി നോക്കിട്ട് വല്ലതും നടക്കുമെന്ന്. അല്ലാതെ ഈ പേര് പിന്നൊന്നുമില്ല. പിന്നെ കാർത്തിക് ശങ്കർ. അല്ല, അപ്പൊ അത് ഏറ്റില്ല. അല്ല, അതിലായിരുന്നു എന്റെ ബിഗിനിങ് വർക്ക്സ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന അതിലായിരുന്നു. പക്ഷെ അന്നേരം അത് എഴുതുന്നത് വിശാൽ ശിവ് പ്രഭു എന്നായതുകൊണ്ട് ഇതൊരു നോർത്ത് പേര്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കുറെ അമ്മമാര് നോർത്ത് പേര്, ഇത് 3 പേരാണോ എന്നുള്ള 3 പേര് ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു കുറെ ഇതൊക്കെ വന്നു. പറഞ്ഞില്ലേ, അദ്ദേഹം ഇട്ടതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ കുറച്ച് ഇത് വന്നപ്പോ ഓക്കെ, ബാക്ക് ടു നമ്മുടെ ജയശങ്കർ എന്നുള്ള പേരിൽ തന്നെ പോവാന്നുള്ള ഒരു കൺസെപ്റ്റ് ഇരിക്കായിരുന്നു. ഇല്ല, ഞാൻ ചെയ്യില്ല. വീണ്ടും മറ്റൊരു അദ്ദേഹം ന്യൂമറോളജി തന്നെ. അത് ഇല്ല, അത് വേറെ ഓളജി.
അപ്പൊ അങ്ങനെ ജയശങ്കർ എന്നുള്ള പേര് ഉപയോഗിക്കാം എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് വേറൊരു പുള്ളിക്കാരൻ കാർത്തിക് ശങ്കർ എന്നങ്ങ് ആക്കിക്കോ നീ ഇത് ഫിക്സ് ഇനി മാറ്റണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷെ അത് സെറ്റ് ആയില്ലടാ. സെറ്റായി. വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുള്ള ആളാണ്. സത്യം. എന്താ മുഖത്തൊരു വട്ടം. കൊച്ചിനെ പഠിച്ചിട്ടുണ്ടോ? അതെ. ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഇല്ലേ, അതെന്ത് പറ്റി? നമ്മള് ശരിക്കും കൽബിൽ ഒരു പാട്ടുണ്ടായിരുന്നു, താൻ എന്നൊരു സോങ് ഉണ്ടായിരുന്നു, ഡാൻസ് ഒക്കെ ഉള്ള പരിപാടി. പക്ഷെ അത് നിർഭാഗ്യവശാൽ അത് സമയക്കുറവ് മൂലം അത് അലസിപ്പോയി. അപ്പം അതില് ആ പാട്ടുണ്ട്, നമ്മുടെ ഡാൻസിന്റെ പോർഷൻ അത് അലസിപ്പോയി. അതില് അടിപൊളി ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കാർത്തികിന്റെ. അപ്പൊ മിസ്സായി. ഈ ക്ലാസിക്കൽ ഡാൻസിന്റെ ആ ഒരു പരിപാടിയൊക്കെ അതിൽ വരുമായിരുന്നു. ഇനി നമുക്ക് ആ ഫോം കാണാൻ പറ്റും. ഇനി ആ ഒരു ഡാൻസ് ചെയ്യുന്ന കാർത്തിക് ശങ്കറിനെ നമുക്ക് കാണാൻ പറ്റും എപ്പോഴും. ഇവിടെ ഇപ്പൊ സ്ഥലം കുറവായിരിക്കുമല്ലോ. ഇവര് പറയുന്നത് അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഡാൻസിന്റെ പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനകത്തിൽ അറിയാമായിരുന്നു. എനിക്കൊന്നും അറിയത്തില്ല, സിനിമാറ്റിക് ഡാൻസിന്റെ ഏക്കത പൂക്കാതെന്ന് അറിയത്തില്ല. പണ്ട് ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട്, ക്ലാസിക്കൽ ഡാൻസർ ആയിരുന്നു, അതേ ഉള്ളൂ. പിന്നെ അത് പണ്ടെപ്പോഴും നിർത്തി, 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് നിർത്തി, അത്രേ ഉള്ളൂ. ചൂരലിനെ നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴി യൂട്യൂബ് വഴിയും നല്ലോണം അറിയാം. പക്ഷെ നിങ്ങളുടെ റിയൽ പ്രൊഫഷൻസ് എന്താണെന്ന് നമുക്ക് അറിയില്ല. എനിക്ക് ഇത് തന്നെയാണ് എന്റെ പ്രൊഫഷണൽ റൈറ്ററാണ്. പ്രൊഫഷണൽ ജോലിയില്ലാത്ത നമ്മുടെ ചക്കപ്പഴം അതറിയാം. അതല്ലാതെ മീഡിയ ഫീൽഡിൽ തന്നെയാണോ? എഞ്ചിനീയർ ആയിരുന്നു, വർക്ക് ചെയ്യണ്ടായിരുന്നു. കുറച്ച് നാൾ സൗദി, UAE അങ്ങനെ പല അറബ് രാജ്യങ്ങളിൽ. ആദ്യം ഒരു രാജ്യത്തിൽ പോയി, അവിടെ നിന്ന് ചാടി, പിന്നെ അടുത്ത രാജ്യത്തിൽ പോയി, അവിടെ നിന്ന് ചാടി, പിന്നെ ഇത് തന്നെ വേറെ. ഞാൻ ഇപ്പോഴും ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാർത്തികിന്റെ സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു, റൈറ്റ്? കാർത്തികേട്ടൻ അത് കഴിഞ്ഞിട്ട് അമ്മയാണ് ഈ ഫീൽഡിലോട്ട് പിടിച്ചിട്ടത് എന്ന് കേട്ടിട്ടുണ്ട്. അതെന്തായിരുന്നു? സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യായിരുന്നു. വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്പേസിലാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടവും താല്പര്യം. ഇതൊക്കെ അമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ട്. അപ്പോൾ ആ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞിടാ, നിനക്ക് അങ്ങനെ ഡയറക്ഷൻ, എഴുത്ത്, ആക്ടിങ് ഇതൊക്കെ ആയതുകൊണ്ട് ജോലി അവിടെ ഇരുന്ന് അത്യാവശ്യം നല്ല പേയ്മെന്റ് ഒക്കെ ഉള്ള ഏണിങ്സ് ഒക്കെ കിട്ടുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ വിട്ടിട്ട് നീ ആ കാര്യങ്ങൾ ചൂസ് ചെയ്യുക, അതിലേക്ക് പോകും എന്ന് പറഞ്ഞു. അങ്ങനെ ജോലി രാജിവെച്ചിട്ടാണ് ഇതിലോട്ടൊക്കെ വരുന്നത്. നിങ്ങൾ 3 പേരും ട്രിവാൻഡ്രം ആണോ? അല്ല, ട്രിവാൻഡ്രത്ത് പഠിച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് പഠിക്കുകയായിരുന്നു. ഓക്കെ. ഈ ട്രിവാൻഡ്രം സ്ലാങ് ഉണ്ടല്ലോ നിങ്ങളുടെ, അതുകൊണ്ട് ചോദിച്ചതാ അതിലുള്ള. അപ്പോൾ കാർത്തികേട്ടൻ, എനിക്ക് തോന്നുന്നു കാർത്തികേട്ടൻ കുറച്ചുകൂടി ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത്. ഷോർട്ട് ഫിലിംസ് ഒക്കെ ആദ്യം ചെയ്യുമായിരുന്നു, പക്ഷേ ലോക്ക്ഡൗൺ ടൈമിലാണ് കൂടുതൽ ആളുകൾ അറിഞ്ഞു തുടങ്ങിയത്. അത് കഴിഞ്ഞ് ചൂരൽ എങ്ങനെയാണ് ഈ ഫീൽഡിലോട്ട് വന്നത്? ഈ റീൽസ് ചെയ്യാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ നമുക്ക് കയറാം എന്ന് തോന്നിയത്? നമ്മൾ ശരിക്കും ഇവൻ ആദ്യം ഗൾഫിൽ നിന്ന് ജോലി വിട്ട് വന്നത് 2018 ആണ്. അന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയാണ് വന്നത്. പക്ഷെ ഫസ്റ്റ് അറ്റംപ്റ്റ് അത്ര സെറ്റായില്ല. പിന്നെ നമ്മൾ സിനിമയ്ക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതി, അതും അങ്ങോട്ട് ശരിയായില്ല. പിന്നെ വീണ്ടും തിരിച്ചേറിപ്പോയി. പിന്നെ വന്നിട്ടാണ് ഈ നേരത്തെ പറഞ്ഞ ചക്കപ്പഴം, അത് സിറ്റ്കോംസിലൊക്കെ എഴുതിയത്. അത് എഴുതിക്കൊണ്ടിരുന്ന ഗ്യാപ്പിലാണ് നമ്മൾ ചൂരൽ തുടങ്ങിയത്. അങ്ങനെ ചൂരലിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്ത് തുടങ്ങിയപ്പോൾ തൊട്ടാണ് കുറച്ച് ആൾക്കാരിലോട്ട് എത്തി തുടങ്ങി. അതിനു മുമ്പ് ചെയ്തതൊന്നും അങ്ങനെ അത്ര അങ്ങോട്ട് സെറ്റായില്ല. റീൽസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ്, അതും കൊറോണ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അല്ലേ? കൊറോണ കഴിഞ്ഞതിന് ശേഷം, കൊറോണ സമയത്തല്ല, കൊറോണ കഴിഞ്ഞിട്ട്. എന്തുകൊണ്ടാണ് ഈ ചൂരൽ എന്നുള്ള പേര്? വെറുതെ ഇട്ടതാണ്. ഈ കരിക്കെന്നൊക്കെ പറയുന്ന ഒരു സാധനത്തിന്റെ പേരിടാൻ വേണ്ടി ആലോചിച്ചിട്ടതാണ്. ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു കള്ളർത്ഥമൊക്കെ ഉണ്ടാക്കി. പിന്നെ അതിന് ഈ നമ്മൾ ആദ്യം ഉടായ്പ് ഇട്ടതിന് ശേഷം ഉണ്ടാക്കിയവരാ. ഈ സമൂഹത്തിൽ ആദ്യം നമ്മൾ സറ്റയർ പോലത്തെ പരിപാടികളാണ് ചെയ്യുന്നത്. സമൂഹത്തിൽ അടിയുടെ കുറവുള്ളവർക്ക് അടി കൊടുക്കുന്ന ഒരു ചൂരൽ. നമ്മൾ ആദ്യം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് ചെയ്തത്, സറ്റയർ പോലത്തെ. പക്ഷെ പിന്നെ നമ്മളെ ലോഗോയുടെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാത്തിനും കിട്ടും ചൂരൽ, എല്ലാത്തിനും കിട്ടും അടി. ഈ ഖൽബിനെ പറ്റി പറയുകയാണെങ്കിൽ ഖൽബിൽ നിങ്ങളുടെ റോൾസിനെ, നിങ്ങളുടെ 3 പേരുടെ റോൾസിനെ കുറിച്ച് പറയാം. കാത്തിരുന്ന ചോദ്യം. നീയല്ലേ ഇന്നലെ പറഞ്ഞത് ആദ്യം ക്യാരക്ടർ ഉണ്ടാക്കടാ എന്നിട്ട് ഉണ്ടാക്കടാ നിലയം വിലയം എന്നൊക്കെ പറഞ്ഞത്. നീ പറ സെക്കൻഡ് ഹീറോ പറ. നമ്മളിവിടെ മാറി ഞങ്ങള് കാൽപോ ഹീറോ രഞ്ജിത്തിന്റെ ഗ്യാങ്ങിലുള്ളതാണ്. ഞങ്ങള് 4, ഞാന്, ജാസിമ, ഷമീർ, പിന്നെ അമ്പി. ഞങ്ങള് 4 പേരും രഞ്ജിത്തുമാണ് ഒരു ഗ്യാങ്. ഞങ്ങൾ ഇത്രയും പേരാണ് ഗ്യാങ്. ഞങ്ങളുടെ ക്ലിക്കോ, ചാവ, ജമൈക്ക. പിന്നെ അമ്പിയുടെ ക്യാരക്ടർ ട്രൈമോൾ. ആ ട്രൈമോൾ എന്ന് പറഞ്ഞാൽ തലവേദനയ്ക്ക് ഗുളികയുടെ പേരാണ് ട്രൈമോൾ. ക്ലിക്കോ, ചാവ, ജമൈക്ക, ട്രൈമോൾ, ഇങ്ങനെയാണ് ഞങ്ങളുടെ പേര്. പേര് പോലെ തന്നെ ലുക്കും വെറൈറ്റി ആണ്. അതെ, നല്ല പച്ചമുടി, മഞ്ഞമുടി, ചുരുണ്ട മുടി, കുരുങ്ങിയ മുടി, അങ്ങനെ ട്രൈമോളിന്റെ അങ്ങനെ. അതിന് മറ്റേ ഷൗട്ട് ഔട്ട് നരസിംഹസ്വാമി. അതെ, നരസിംഹസ്വാമി കൊണ്ടുവന്നത് നരസിംഹസ്വാമിയാണ്. വല്ലാത്തൊരു മനുഷ്യന്.
മുടി കണ്ടാ പിരാന്ത. ഓ അതോ അങ്ങനെ വേറെ സത്യം. വെറുതെ വെറുതെ പറഞ്ഞില്ല. ആണോ? നമ്മുടെ അയ്യപ്പൻ കോശിയൊക്കെ പുള്ളി അയ്യപ്പൻ കോശി ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. മലയക്കോട്ടെ വരുമ്പോൾ ലാലേട്ടന്റെ ലുക്ക് ചെയ്ത പുള്ളിയാണ്. ഭീഷ്മപർവം എല്ലാം അവരുടെ ക്യാരക്ടർ. ഭീഷ്മപർവം. ബീഫ് ഓക്കെ നെക്സ്റ്റ്. നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ശരിക്കും തോന്നിപ്പോകും ഈ കാക്കയും പൂച്ചയ്ക്ക് ഇങ്ങനെ തന്നെയാണോ ചിന്തിക്കുന്നതെന്നൊക്കെ. ഈ ഒരു നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ശരിക്കും ഇതൊക്കെ എങ്ങനെ ഈ ഐഡിയാസ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നത്? ചിലത് എന്തെങ്കിലും കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ ഒരു സ്പാർക്ക് ഉണ്ടാവും. ചിലത് ഇത് ആലോചിക്കും അങ്ങനെ എന്തെങ്കിലും. കേൾക്കുന്നു. അല്ല അത് പറയട്ടെ. ഒരാൾ സംസാരിക്കല്ലേ നീ ഇടക്കേറല്ലേ നീ ഇവിടെയെങ്കിലും അത് സംസാരിക്കാൻ സമയമാണ് നമ്മളെ. 2 ഡയലോഗ് പറഞ്ഞോട്ടെ ഞാൻ. ഇത് മതിയായില്ലേ നിനക്ക്? അത് പറയാൻ പാടുണ്ടോ? ചെറിയ മന്ത്രവാദത്തിന്റെ പരിപാടിയൊക്കെ ഉണ്ട്. കൂടോത്രം. നമ്മള് പറഞ്ഞല്ലോ കൂട്ടുകാരനും അല്ല ഒരു ഹീറോയും 4-5 കൂട്ടരാണല്ലോ. അപ്പൊ എല്ലാ ഫ്രെയിമിലും എല്ലാ കൂട്ടർക്കും ഒന്നും നിൽക്കാനുള്ള സ്ഥലം കാണത്തില്ലല്ലോ. അപ്പൊ ചിലപ്പോഴേക്കല്ലേ പറ്റുള്ളൂ. അപ്പൊ എല്ലാ ഫ്രെയിമിലും പക്ഷെ സാറുണ്ടാവും. അത് ഇപ്പൊ ഒരു സീനില് സിദ്ദിഖാണ് ആ സീനിൽ മെയിനെങ്കിൽ സിദ്ദിഖയുടെ കൂടെ ഉണ്ടാവും. രഞ്ജിത്താണ് മെയിനെങ്കിൽ രഞ്ജിത്തിന്റെ കൂടെ ഉണ്ടാവും. ആരാണോ മെയിൻ അവരെ കൂടെ സൈഡിൽ എന്തായാലും ആളുണ്ടാവും. അല്ല എങ്ങനെയൊക്കെ അവസാനം കറങ്ങി ചിലപ്പോ നമ്മള് ആക്ഷന് തൊട്ടും വരെ നമ്മൾ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. പക്ഷെ ക്യാമറ റോളിങ് തുടങ്ങുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഇവ അവിടെ എത്തും. അത് നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ മാറി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. ഇങ്ങനെ ആ സാധനം അതിന്റെ കൗണ്ടർ കൗണ്ടർ സത്യം മറ്റേ കൗണ്ടർ കൊണ്ട് കയ്യിൽ ഇങ്ങനെ എന്തോ ചെയ്യുന്നുണ്ട്. ഒന്നുമില്ല എല്ലാ അതിന് ഈ നിൽക്കുന്ന സാധ്യതയൊക്കെയാണ് പറയുന്നത്. സാധ്യതയൊക്കെയാണ് വശീകരിക്കുന്നത് തോന്നുന്നത്. കൽബിന്റെ ഷൂട്ടിന് ശേഷം എനിക്ക് ഇതിലൊക്കെ വിശ്വാസമായി. സത്യം. എനിക്ക് ഞാൻ ഇങ്ങനെ യാതൊരു വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ഇതിന് ശേഷം എന്റെ പൊന്നോ എന്ന് രാവിലെ സെറ്റ് വന്നിട്ട് എല്ലാ സീനും അവന് പോകും. അങ്ങനൊന്നും ഇല്ലെന്നേ. എല്ലാം സാധിക്ക പറയാതെ ആർക്കെങ്കിലും അങ്ങനെ കയറി നിൽക്കാൻ ഒരിക്കലും പറ്റില്ല. വേറെ ആർക്കും പറ്റൂല. നിങ്ങൾ 3 പേരും കോമഡി കൈൻഡ് ഓഫ് തിങ് ചെയ്യുന്നവരാണ്. നിങ്ങൾ എപ്പോഴും ചെയ്യുന്നവരാണ്. ഈ കോമഡി എന്ന് പറയുമ്പോൾ ഫലിപ്പിക്കാൻ ഭയങ്കര പാടാണ്. അപ്പൊ ഈ ഓഡിയൻസിന് ചിരിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാൻ എങ്ങനെയാണ് എൻഷുർ ചെയ്യുന്നത്? ഓക്കെ ഇത് ഒരു കോമിക്കൽ എലമെന്റ് ഉണ്ട് എന്നുള്ളത്. അതൊക്കെ ഒരു മേക്ക് ബിൽറ്റില്ലേ മോനെ. ഭാഗ്യം പോലെ ഇരിക്കും. അതെ അത് നമ്മള് ചിലത് ചിരിക്കും ചിലത് ശരിയാവും ചിലത് ശരിയാവൂല. ചോദ്യം അങ്ങോട്ട് വർക്കായില്ല. അത് നമ്മളൊരു പ്രതീക്ഷയോടെ ചെയ്യും. നമുക്ക് രസമുണ്ടെന്ന് തോന്നുന്നത് ചെയ്യും. ചിലത് നമുക്ക് രസമുണ്ടെന്ന് തോന്നിയില്ലെങ്കിൽ നമ്മൾ ചെയ്യും. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രതീക്ഷ നമ്മൾ ചെയ്യും. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് ശരിയാവും. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അനുഭവം എല്ലാം ഒരു നീ എങ്ങനെ ചെയ്തിട്ടുണ്ടോ? പറയാമോ എന്തോ പറ. ഈ പറഞ്ഞ സെയിം പാറ്റേൺ തന്നെ. ചിലത് നമുക്ക് ഇഷ്ടപ്പെട്ട് നല്ല ചിരിച്ച് നമുക്ക് എഴുതുമ്പോൾ തന്നെ നമുക്കൊരു ഫീൽ വരുമല്ലോ. അത് വെച്ചിട്ട് ചെയ്യും. ചിലത് നമുക്ക് തോന്നും ഇത് വർക്കാവോ ഇല്ലെന്ന് ഡൗട്ട് തോന്നിയാലും ചിലപ്പോൾ വർക്കായാലോ അങ്ങനെയുള്ള ആ രീതിയിൽ വിടാറുണ്ട്. കറക്റ്റാണ്. ഇപ്പോൾ കാർത്തികേട്ടനാണെങ്കിൽ ഷോർട്ട് ഫിലിംസിൽ നിന്ന് സീരീസ് പോലത്തെ സംഭവങ്ങൾ ചെയ്തു തുടങ്ങി. നിങ്ങളാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസ്. ഇതിൽ നിന്ന് ഫിലിമിലേക്ക് എത്തിയത് എങ്ങനെ? പണ്ടോട്ടെ ഫിലിം ആയിരുന്നോ മനസ്സിലുണ്ടായിരുന്നത്? നിങ്ങളുടെ ഞാൻ കേട്ടിട്ടുണ്ട് ഫിലിം അങ്ങനെ ഇല്ല, അങ്ങനെ വലിയ ആഗ്രഹം പണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ചൂരല് റീൽ ചെയ്ത് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് സത്യം പറഞ്ഞ ആ ഒരു അങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടില്ല. ഇങ്ങനെ പോയാൽ മതി. അതെ നമുക്ക് ആ ഒരു പരിപാടി പോയാൽ മതി എന്ന് ചിന്തിച്ചുള്ളൂ. വരുന്ന സന്തോഷം തന്നെയാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ആ പണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം നടന്നില്ല. ഖൽബിലേക്ക് എങ്ങനെ എത്തിയ നിങ്ങൾ? സാധിക്ക എനിക്ക് 2018 തൊട്ട് സാധിക്ക അറിയാം. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഞങ്ങളൊരു സാധിക്കുകയും പിന്നെ വേറൊരാളുമായിട്ട് ചേർന്നൊരു പടം ചെയ്യുന്നതിന്റെ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ സമയത്താണ് നമ്മൾ കാണുന്നത് എടുക്കുന്നതൊക്കെ. സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനെ അപ്പോൾ അന്നേ സാധിക്ക എന്നോട് ഈ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നീ ഒന്ന് കേട്ടു നോക്കണേ എങ്ങനെ ഉണ്ടെന്ന് പറയാം. അങ്ങനെ കേട്ടു. അന്ന് തൊട്ടേ 2018 മുമ്പേ അദ്ദേഹം അത് ഖൽബിൽ കൊണ്ട് നടക്കുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഒരു പോയിന്റ് എത്തിയപ്പോൾ സാധിക തന്നെയാണ് വിളിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ആദ്യം ഒരു 55 ദിവസത്തെ പരിപാടി ഒരു 55 ദിവസം ഉണ്ട് എന്ന് പറഞ്ഞാൽ. പക്ഷെ 100 ദിവസത്തിന് മേലുണ്ടായിരുന്നു. 100 ദിവസം ഇടയ്ക്ക് ചെറിയ ചെറിയ ബ്രേക്കുകൾ ഉണ്ടായിരുന്നെങ്കിലും എനിക്കൊന്ന് 10-90 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ രഞ്ജിത്തിന്റെ കാല് ചെറുതായിട്ട് അങ്ങനെ ഫൈറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഫൈറ്റ് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? പിന്നെ ഫൈറ്റ് ചെയ്ത് തകർത്തു. പക്ഷെ ഒന്നും ക്യാമറയിൽ വന്നിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് ഡിസ്റ്റർബൻസ് എന്നാണ് പറയുന്നത്. നിങ്ങളാണോ ഡിസ്റ്റർബൻസ്? ഞങ്ങളാരും ഡിസ്റ്റർബൻസ്. നമ്മുടെ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. അതില് എന്ന് വെച്ചാൽ ഫൈറ്റില് രഞ്ജിത്തിന്റെ ഫൈറ്റ് ആണ്. ഫൈറ്റ് അയ്യോ അത് അല്ല ഒരു ഫൈറ്റ്
ഈ പറഞ്ഞ കട്ട് ചെയ്ത് തരുന്നത് കഥയിൽ ഔട്ട് ഇല്ല ഒരു ഫൈറ്റ് ഒരു ഫൈറ്റിൽ അവസാനം നമ്മള് അല്ല ഇത്രേ ഉള്ളൂ ഒരു ഫൈറ്റ് സീൻ ഓപ്പോസിറ്റ് ഗ്യാങ്ങുമായിട്ട് ഞങ്ങൾ ഫൈറ്റ് ചെയ്യണം. Okay. അപ്പൊ ഞങ്ങളിപ്പോ കൂട്ടിയിടി. ഞങ്ങൾക്ക് വേണ്ട കൊറിയോഗ്രാഫി ഇപ്പൊ പറഞ്ഞു തരും. ഓരോന്ന് ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഓരോരുത്തരുടെ കയ്യിൽ ഓരോ ഡമ്മി വടി തന്നു. ഡമ്മിയാണൊക്കെ വിചാരിക്കും, പക്ഷെ അടി കൊണ്ട് ശരിക്കും വേദന. അമ്മ അതിൽ വടിയൊക്കെ തന്നു നിർത്തി ഞങ്ങൾ ഇപ്പൊ പഠിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ സ്റ്റാർട്ട് ക്യാമറ അടിച്ചു വന്നു. അടിച്ചോ? കൊറിയോഗ്രാഫി ഒന്നുമില്ല, എല്ലാവരും ഓരോ ഡമ്മി വടിയും അതിന്റെ ഒറിജിനൽ വടി കൊണ്ടായിരുന്നു. നിങ്ങൾ അടിച്ചു വന്നു. ഒരു ടേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടി, നല്ല മരണ അടി എല്ലാം. ഫസ്റ്റ് അടിക്ക് എന്റെ ഇവിടെ വിരലിൽ അടിയുണ്ട്, ഇവിടെ ചോരയൊക്കെ വന്ന് ഇത് മടങ്ങാതെ ആയി. ഇങ്ങനെ ഇവന്റെ ലുക്ക് കണ്ടിട്ടുണ്ടോ? പറ്റെങ്കിൽ ഫോട്ടോയിലൂടെ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ മുടിയൊക്കെ വെച്ചിട്ട് ആ ലുക്കിലാണ് ഇരിക്കുന്നത്. ചെറിയ നിക്കറൊക്കെ ഇട്ട് ക്യൂട്ട് ബേബിയെ പോലെ ഇങ്ങനെ ഇരിക്കുന്ന അടിയുടെ ഒരു വടിയൊക്കെ പിടിച്ച്. അപ്പൊ ഫസ്റ്റ് ഫൈറ്റ് മാസ്റ്റർ വന്നിട്ടേ, ഫൈറ്റ് മാസ്റ്ററിന്റെ അസോസിയേറ്റ് വന്നിട്ടേ ഇങ്ങനെ ഇരിക്കാണ്, ரொம்ப ഡള്ളാ ഇറക്കിടാണ്. അത് തന്നെ 7-8 ടേക്ക് പോയി ഓർത്തോടെ. അടി കിട്ടിയുണ്ട് കൊടുക്കാൻ പറ്റില്ല, പക്ഷെ കിട്ടി. പറഞ്ഞൊക്കെ വീണ് എല്ലാം കറക്റ്റ് ഫ്രെയിമിൽ കിട്ടിയായിരുന്നു. ഈ സംസാരിക്കാനാവാത്ത സാധനങ്ങളെ വെച്ചിട്ടുള്ള ഒരു ഫൺ സാധനം അതെങ്ങനെ കണ്ടുപിടിച്ചേ? അതെങ്ങനെയാ ഒരു ഐഡിയ തലയിൽ വന്നത്? ആദ്യം തുടങ്ങിയപ്പോഴേ ഇത് തന്നെയായിരുന്നു, ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യാൻ തന്നെയായിരുന്നു. ആദ്യം ഞങ്ങൾ കുറച്ച് ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടാണ് ചെയ്തത്. നമ്മൾ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഞം മഞ്ജുളേഷ് എന്നൊരു ഫുഡ് ബ്ലോഗർ, പിന്നെ ബാഡ് വൈ ബദറുള്ള എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് വാപ്പ, ഒരു നിർഭാഗ്യ നിർമ്മല എന്ന് പറഞ്ഞ ഒരു ഭാഗ്യം കെട്ടൊരു ഒരു ഗുണ്ട, അങ്ങനെ കുറെ ക്യാരക്ടേഴ്സാണ് ആദ്യം ചെയ്തത്. അപ്പൊ അവിടെ നിന്ന് പിന്നെ നമ്മൾ ഈ മൃഗങ്ങളുടെ ചെയ്ത് തുടങ്ങിയത് കാക്കയും തത്തയും. അത് ചെയ്തു തുടങ്ങിയപ്പോൾ അത്യാവശ്യം അതിനൊരു ഇത് കിട്ടി, റീച്ച് കിട്ടിയപ്പോഴത്തേക്കും അങ്ങനെ അത് പിടിച്ച് ചെയ്തു തുടങ്ങിയത്. ഈ മൃഗങ്ങളുടെ ആദ്യമായിട്ട് നമ്മളൊന്നും അല്ല ചെയ്യുന്നത്, മലയാളത്തിൽ വേറെ ആൾക്കാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മള് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ഷൂട്ടിനിടെ ചെയ്തത് അത് ഒന്ന് പോയി തരുമോ മാത്താന്ന് പറയുന്നത് തണ്ണിമത്തനല്ലേ. നമ്മൾ അരുൺ പ്രദീപൊക്കെ ആദ്യമേ പട്ടിയും പൂച്ചയൊക്കെ ചെയ്യും, പക്ഷെ നമ്മള് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ ആ കൊണ്ടുവന്നൊരു അങ്ങനെ ചെയ്ത് നമ്മള് കുറച്ച് കോസ്റ്റ്യൂമിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും പരിപാടി ചെയ്യാൻ കൈ കിട്ടുന്ന സാധനം വെച്ച് എന്തെങ്കിലും ചെയ്യുന്ന പരിപാടിയാണ്. നിങ്ങൾ ഒരുപാട് പേർക്ക് അറിയാം, ഇൻസ്റ്റ യൂസ് ചെയ്യുന്നവർക്കൊക്കെ നല്ലോണം അറിയാം. ഈ ആദ്യമായി പുറത്തുനിന്ന് ഒരാൾ റെക്കഗ്നൈസ് ചെയ്ത ഒരു മൊമെന്റ് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ടൈം റെക്കഗ്നിഷൻ കിട്ടാ, അയ്യോ ഇത് ഇന്ന ആളല്ലേ എന്ന് വെച്ച് ചോദിച്ചിട്ട്? എനിക്ക് ഷവർമ മേടിക്കാൻ പോയപ്പോൾ അവിടെ ചെറുക്കാൻ ഇവരല്ലേ എന്നൊക്കെ ചോദിച്ച് സെൽഫി എടുത്തു. അതാണ് എൻ്റെ ആദ്യത്തെ ഓർമ്മ. വർക്കല ടെക്നോ പാർക്കിന്റെ അടുത്ത്. അത് എത്ര നാൾ കഴിഞ്ഞായിരുന്നു നിങ്ങൾ തുടങ്ങി? 1-2 മാസമൊക്കെ ആയിരിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. ഓർമ്മയില്ലേ? എന്തെങ്കിലും ഒരു ഫൺ ഫാൻ മൊമെന്റ്? ഇല്ല, അങ്ങനൊന്നും എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ഓർമ്മയില്ല. ഫൺ ഫാൻ മൊമെന്റ് ഉണ്ട്. ഒരു ദിവസം മറ്റേ ഞാൻ പറഞ്ഞില്ലേ, ഒരാളുടെ അടുത്ത് വന്നിട്ട് ഞാൻ ഒരു കടയിൽ നിന്നപ്പോൾ ഒരാൾ വന്നിട്ട് വെച്ചു, ആ ചേട്ടാ വീഡിയോസ് ഒക്കെ ചെയ്യുന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ. ഞാൻ പറഞ്ഞ അത് കൈക്ക് തന്ന് കൂടെ ഉള്ള മറ്റേ ആളെവിടെ? ഷമീർ. അല്ല ഷമീർ അല്ല, മറ്റേ ഷമീർ അല്ല, മറ്റേ താഹത്തഗ്. അപ്പൊ ഞാൻ മനസ്സിൽ ചെയ്യണം, ഓ ഇവനെ മനസ്സിലായില്ല, ഇവനെ താഹത്തഗ് എന്ന് വിചാരിക്കുക. പിന്നെ മനസ്സിലായത് അവൻ വിചാരിച്ചു ഞാൻ സെബൂട്ടിയാണെന്ന്. സത്യം പറയാൻ പോയില്ല. വളരെ എനിക്ക് പറ്റിയിട്ടുണ്ടോ? എന്നോട് ഒരു ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നപ്പോ അച്ഛൻ വന്നില്ലേ അവിടെ? ഞങ്ങള് ജയറാമേട്ടൻ ഭയങ്കര ഫാനാണ്. കാളിദാസ് എന്നിട്ട് എന്ത് പറഞ്ഞു? വീട്ടിലുണ്ട് നിങ്ങളെല്ലാരും വളരെ ഹ്യൂമറസ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ചോദിക്കാം, നിങ്ങളുടെ ഈ ഒരു ലൈഫില് ആ ലൈഫിന് ഒരു പേര് കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു ടാഗ് ലൈൻ, ഒരു രണ്ട് വാക്കിൽ പറയാൻ പറഞ്ഞ പുറത്തു പറയാൻ പറ്റൂലേ? അതെന്താ ഈ കാണുന്നതല്ലേ? നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ ഇത്രയും നാള് വരെയുള്ള ലൈഫിനെ ഒരു 2 വാക്കിൽ പറയാൻ പറഞ്ഞാൽ. ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മളെ ഇതിനു മുന്നേ പുള്ളടുത്ത് ചോദിച്ചല്ലേ? നിങ്ങൾ ഒരു ടീമല്ലേ കൽബ്? അവരെന്റെ ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു, ഉത്തരം കിട്ടിയില്ല. നമുക്ക് അവരുടെ കിട്ടിയില്ല, നിങ്ങളുടെ ലൈഫ് ഓഫ് അറിയാത്ത പിള്ള ചൊറി. എനിക്ക് അങ്ങനെയാണ്, അറിയാത്ത പിള്ള ചൊറിയപ്പോ അറിയും. വായി തോന്നിയത് കോതയ്ക്ക് കിണ്ണം കെട്ട കള്ളൻ. അത് മതിയോ? നമുക്കൊരു ഗെയിമിലോട്ട് പോവാം. ആ ഗെയിം എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ്സ് വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ്. അതായത് ഒരു സൈഡിൽ നമ്മൾ തുടങ്ങും,
അപ്പം ചേട്ടൻ എ വെച്ചിട്ട് അല്ലെങ്കിൽ ആ എന്നുള്ള സൗണ്ട് വരുന്ന ഒരു വാക്ക് പറയും. അതിന് അടുത്ത ആൾ പോകുമ്പോൾ ഈ വാക്കും ബി വെച്ച് സൗണ്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വാക്കും കൂടി വെച്ചൊരു സെന്റൻസ് പോലെ അങ്ങനെ പോയി 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 ലാസ്റ്റ് സെഡ് വരെ പോവാം. ഇവിടുന്ന് പിന്നെ ഇവിടെ പോകും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. എ വെച്ച് സ്റ്റാർട്ട് ചെയ്തോ. അമ്മായിയമ്മ ബലൂൺ വാങ്ങിച്ചു. അമ്മായിയമ്മ ബലൂൺ വാങ്ങിച്ചെന്ന് പറ. അമ്മായിയമ്മ ബലൂൺ വാങ്ങിച്ചു. ഒരു വാക്ക് ഒരു വാക്ക് പറയാം. ഒരു വാക്ക് അപ്പൊ ബലൂൺ എന്നേ പറയാം. അമ്മായിയമ്മ ബലൂൺ. അമ്മായിയമ്മ ബലൂൺ ചന്തയിൽ കൊണ്ടുപോയി. ചന്ത. അമ്മായിയമ്മ ബലൂൺ ചന്ത. ചന്ത എന്ന് പറയുന്ന നിൽക്കില്ലേ, ചന്തയുടെ ബാക്കിൽ. അമ്മായിയമ്മ അമ്മായിയമ്മ ബലൂൺ ചന്തയുടെ ബാക്കിൽ എവിടെയോ. എ അമ്മായിയമ്മ ബലൂൺ ചന്തയുടെ ബാക്കിൽ എവിടെയോ. എവിടെയോ. പോട്ടെ. വേറെ ചന്തയിൽ എവിടെയോ അല്ലേ? ചന്തയിൽ എവിടെയോ ഭാഗത്ത്. ചന്തയിൽ എവിടെയോ ഭാഗത്ത്. എവിടെയോ ഒരു ഭാഗത്ത്. അത് ഓയ. അത് കുഴപ്പമില്ല, പോട്ടെ. ചന്തയിൽ എവിടെയോ ഭാഗത്ത്. ജിയെ ഗുരുതരമായി. ഗുരുതരമായി അമ്മായിയമ്മ പറയണം അല്ലേ? അമ്മായിയമ്മ ബലൂൺ ചന്തയുടെ ഏതോ എവിടെയോ ഭാഗത്ത് ഗുരുതരമായി. 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 ഗുരുതരമായി അല്ല, ഫുള്ള് പറയാതല്ല. അപ്പൊ ഇവര് പറയാൻ പറ്റില്ല, ഞാൻ ജയിക്കൂ. പറയാൻ പറ്റില്ല, ഔട്ടോ. അടുത്ത ആളോട് അങ്ങനെ പോയോ? ഒരു മിനിറ്റ്. അമ്മായിയമ്മ ബലൂൺ ചന്തയുടെ എവിടെയോ ഭാഗത്ത് ഗുരുതരമായി ഹൈഡ് ചെയ്തു. അമ്മായിയമ്മ ബലൂൺ ചന്തയുടെ എവിടെയോ ഭാഗത്ത് ഗുരുതരമായി ഹൈഡ് ചെയ്തോണൊക്കെ ഉപയോഗിച്ചു. ഹൈഡ് ചെയ്ത് ഹൈഡ് ചെയ്ത് ഇരുന്നു. തീർന്നില്ലേ അപ്പൊ അവിടെ സെന്റൻസ്? ഇരുന്ന്. നമുക്ക് ടൈം കൂടെ വെച്ചാലോ, അല്ലെ ഇത് നീണ്ടു? ആലോചിച്ചോ. ഞാൻ അത് കഴിയുമ്പോ 5 വരെ എണ്ണം സ്റ്റാർട്ട് ചെയ്യാം. ജപിച്ചു. ജപിച്ചു. അമ്മായിയമ്മ ചന്തയുടെ അമ്മായിയമ്മ ബലൂൺ ചന്തയുടെ എവിടെയോ ഭാഗത്ത് ഗുരുതരമായി ഇരുന്ന് അല്ലല്ല ഹൈഡ് ചെയ്ത് മറന്നാലും പോയാ തെറ്റിപ്പോയില്ലേ? പറഞ്ഞു ഓർത്തില്ലല്ലോ. മെമ്മറിയും കൂടെ വേണ്ടേ? പറഞ്ഞോ. അമ്മായിയമ്മ ബലൂൺ ചന്തയുടെ ഭാഗത്ത് എവിടെയോ. അല്ലല്ല പോയി. ചന്തയുടെ ഭാഗത്ത് അല്ല, ചന്തയുടെ എവിടെയോ. എവിടെയോ ഭാഗത്ത് ഗുരുതരമായി ഹൈഡ് ചെയ്ത്. അല്ല, ഗുരുതരമായി കഴിഞ്ഞിട്ട് ഹൈഡ് ഹൈഡ് ചെയ്ത് ഇരുന്ന് ജപിച്ച് അവിടെ വരെ എത്തിയുള്ളൂ നീ. പിന്നെ ഞാൻ പറയണം. ജപിച്ച് കളിച്ച് കളിച്ചിരുന്നു. ഓക്കെ. അമ്മായിയമ്മ ബലൂൺ ചന്തയുടെ എവിടെയോ എവിടെയോ ഭാഗത്ത് ഗുരുതരമായി ഹൈഡ് ചെയ്ത് ഇരുന്ന് ജപിച്ച് കളിച്ച് ലാളിച്ച്. അമ്മായിയമ്മ ബലൂൺ ചന്തയുടെ ഭാഗത്ത് എവിടെയോ. അല്ല, എവിടെയോ. കാർത്തിക് ചേട്ടൻ
ഇത് പോരണ്ട് കേട്ടോ. സംഭവം വർക്കിംഗ് ഇറ്റ്സ് വർക്കിംഗ്. എന്തായാലും ഖൽബിന് വേണ്ടിട്ട് ഓൾ ദി ബെസ്റ്റ്. ഇനി ഇതുപോലെ നല്ല നല്ല ഇവിടെ പ്രോജക്ട്സ് മാത്രമാണ് കൽവെന്നൊന്ന് കേട്ടത്. ഞാൻ രണ്ടു മൂന്ന് ചുമ്മാ ചോദിച്ചോട്ടെ, പറഞ്ഞോട്ടെ. ആ എന്തായാലും ഖൽബിന് വേണ്ടിട്ട് ഓൾ ദ ബെസ്റ്റ്. ഇനി ഇതുപോലെ നല്ല നല്ല പ്രോജക്ട്സ് വരട്ടെ, നിങ്ങളുടെ പല പല ഫേസസ് നമ്മൾ കാണട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.